ഒരു എൻടയർ സ്റ്റേറ്റിനെ ഡീഫെയിം ചെയ്യുന്ന പടങ്ങൾക്ക് ഇവിടെ നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഈ പടത്തിന്റെ രണ്ടാം ഭാഗം വരികയാണ്. അതിനും സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത് കേരള സ്റ്റോറിനെ കുറിച്ചാണ്. നമ്മുടെ കേരളക്കാര് തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എൻടയർ നാഷനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സിനിമ എടുത്തിട്ട് അതിനൊരു പ്രശ്നവുമില്ല. അതിന് സർട്ടിഫിക്കറ്റ് വരെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടില് 2 നിയമമാണോ? ഇവിടെ പരാശക്തി, ജനനായകൻ, ഹാൽ എന്ന് പറഞ്ഞ സിനിമകൾക്കൊക്കെ സെൻസർ ബോർഡ് കൈവച്ചെങ്കിൽ എന്തുകൊണ്ട് കേരള സ്റ്റോറിക്ക് വെച്ചില്ല? നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ ലോ വി ഹാവ് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഞാൻ ഇവിടെ ഇറങ്ങുന്ന പടങ്ങൾക്കൊക്കെ നാഷണൽ അവാർഡ് കിട്ടണമെന്ന് ചോദിക്കുന്നില്ല. ഇവിടെ മൂവി ക്രിയേറ്റേഴ്സ് എടുക്കുന്ന പടത്തെ നശിപ്പിക്കാതെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റണമെന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. പരാശക്തി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന ആന്റി ഹിന്ദി പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടിരുന്ന പടമാണ്. അതിൽ ട്രെയിലറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹിന്ദിക്കാരെ കുറ്റം പറയല്ല, തമിഴ്നാട്ടില് ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആക്കുന്നതിലുള്ള പ്രശ്നമാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എക്സ്പ്രഷനിലൂടെയും അല്ലെങ്കിൽ മീഡിയ കൂടി നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതൊന്നും സെൻസർ ബോർഡിന് ബാധകമല്ലേ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.